ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ കൊച്ചു ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനായിട്ട്, നമ്മുടെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാനും രക്ഷിക്കാനുമായിട്ട്, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വിശ്വാസമാകുന്ന പരിച നമ്മൾ ധരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് വിശ്വാസത്തിൻ്റെ മേഖലയിൽ വലിയ തകർച്ചകൾ, താളം തെറ്റിപ്പോകുന്ന അവസ്ഥ. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമുണ്ടോ എന്ന്. എല്ലാവരും എന്നോട് പറയുന്ന ഉത്തരം വിശ്വസിക്കുന്നു എന്ന, നന്നായിട്ട് വിശ്വാസം ഉണ്ടെന്ന് പറയും. ഞാൻ ചോദിക്കാറുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി നോക്കിയിട്ട് അതിൽ വിശ്വാസമുണ്ടോ? അവർ പറയും വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ചോദിക്കാറുണ്ട്, വിശ്വാസ പ്രമാണം ജീവിതത്തിൽ ഇന്നുവരെ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് എഴുതിയിട്ടുണ്ടോ? ചിലവർ പറയും ഉണ്ട്, ചിലവർ പറയും ഇല്ല. നമുക്കറിയാം വിശ്വാസ പ്രമാണത്തിൽ 12 കാര്യങ്ങൾ കിടപ്പുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, വിശ്വാസ പ്രമാണം ഒരു പ്രാവശ്യം ഒന്ന് എഴുതണം, എന്നിട്ടൊന്ന് വായിക്കണം. ഇതിൽ വിശ്വാസമുണ്ടോ? ആദ്യം നമുക്ക് തോന്നും ഉണ്ട്. രണ്ടാമത് ഒന്നും കൂടി വായിക്കണം. ഒരു 3ാമത്തെ വട്ടം വായിക്കുമ്പോൾ ചിലവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യത്തിൽ സംശയമുണ്ട്. ഞാനിതൊന്നും മറ്റൊന്നും വെച്ച് പറയുന്നതല്ല പ്രിയപ്പെട്ട മക്കളെ. ഇന്ന് അനേകർക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പറയും ഒത്തിരി വിശ്വാസമുണ്ട്, പക്ഷെ അനേകരുടെ വിശ്വാസം സംശയത്തിൻ്റെ നിഴലില്ല. എന്ന് വെച്ചാൽ വിശ്വാസം 2 രീതിയിലുണ്ട്. ഒന്ന് ബുദ്ധിയിലുള്ള വിശ്വാസവും, 2 ഹൃദയത്തിലുള്ള വിശ്വാസവും. ഇത് ശ്രദ്ധിക്കണം നിങ്ങളെ. ഒന്ന് ബുദ്ധിയിലുള്ള വിശ്വാസം, 2 ഹൃദയത്തിലുള്ള വിശ്വാസം. ബുദ്ധിയിലുള്ള വിശ്വാസം, അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അവരുടെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു തടസ്സം വരുമ്പോൾ, കുറേ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ അവർ ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അവർ ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങും. അവർ ദൈവത്തോട് മടുപ്പ് കാണിക്കാൻ തുടങ്ങും. അവർ ദൈവത്തോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അവർ ദൈവത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങും. അവർ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങും. എപ്പോഴാ? ബുദ്ധിയിൽ വിശ്വാസമുള്ള ദൈവമക്കളുടെ പ്രത്യേകതയാണ് അവർ ദൈവത്തെ ചോദ്യം ചെയ്യുക, മരവിപ്പ് കാണിക്കുക, ദൈവത്തെ ഉപേക്ഷിക്കുക, ദൈവത്തോട് മറുതലിക്കുക. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ബുദ്ധിയിലുള്ള വിശ്വാസമാണ്. നമ്മൾ നോക്കിക്കേ, ഒരു കാര്യം നമ്മൾ ചോദിച്ചു കിട്ടിയില്ല, നമ്മൾ ദൈവത്തെ വിട്ടുപോകുക, കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഉപേക്ഷിക്കുക. ഒരു ദുരിതം ഉണ്ടായി, നമ്മൾ ഉദ്ദേശിക്കാത്തൊരു കാര്യം വീട്ടിൽ സംഭവിച്ചു പോയി, ദൈവത്തെ കുറെ ചോദ്യം ചെയ്യുന്നു, മറുതലിക്കുന്നു. ദൈവം ഉണ്ടോ? പിന്നെ ചോദ്യം ചെയ്യില്ല. ഒരൊറ്റ കൊറോണ വന്നപ്പോൾ എന്തോരം പേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയേ. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഇതുപോലുള്ള ഒരു കാര്യം വന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി എന്തോരം പേര് നഷ്ടപ്പെട്ടു പോകുമെന്നറിയാമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമുക്ക് ബുദ്ധിയിലാണോ വിശ്വാസം ഉള്ളത്? ബുദ്ധിയുടെ തലത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്? എന്നാൽ ഹൃദയത്തിൻ്റെ വിശ്വാസം, ഹൃദയത്തിൻ്റെ തലത്തിലെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് ഈശോയിൽ മാത്രമല്ല, ഈശോ പറഞ്ഞ വാക്കിൽ, ഈശോയുടെ വചനത്തിലും അവർക്ക് വിശ്വാസമാണ്. ആ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്താ അറിയാമോ? അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് അനുസരണവും സമർപ്പണവും കൃത്യമായിട്ടുണ്ട്. ദൈവത്തോടുള്ള അനുസരണം, സമർപ്പണം, അതാണ് ഹൃദയത്തിൽ വിശ്വാസമുള്ളവരുടെ പ്രത്യേകത. ഇത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അബ്രാഹത്തിൻ്റെ ജീവൻ നോക്കിക്കേ. അബ്രാഹത്തെ വിളിക്കുന്ന വിശ്വാസികളുടെ പിതാവെന്ന. എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണമെന്ന് ആരെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നല്ല കൊട്ടാരം പോലുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അബ്രാഹം. എല്ലാ കാര്യവും ഉണ്ടായിരുന്നു, സുഭിക്ഷമായിട്ട് ജീവിക്കുക. പക്ഷെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ ദൈവം ഇപ്രകാരം പറഞ്ഞു, മകനെ, നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊണ്ടു പോകുക. അബ്രാഹത്തിന് കൃത്യമായിട്ടറിയാം
ഇനി ഇതുപോലൊരു കൊട്ടാരം പോലുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതുപോലെ സുഭിക്ഷമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇതുപോലെ കിടന്ന് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. ഇനി എൻ്റെ ജീവിതം മുഴുവനും കൂടാരങ്ങളിലാണ്. കൂടാരത്തിൽ തങ്ങേണ്ട വ്യക്തിയായി ഇനി ഞാൻ. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ല. അബ്രാഹാം ദൈവത്തോട് എക്സ്ക്യൂസ് പറയുന്നില്ല. അബ്രാഹാം ദൈവത്തെ വിട്ടുകളയാൻ നോക്കുന്നില്ല. മറിച്ച് എൻ്റെ അപ്പനാ, എൻ്റെ ദൈവമാ വിളിച്ചേക്കണേ. അബ്രാഹാം പരിപൂർണമായി അനുസരിച്ച് ദൈവത്തിന് പറഞ്ഞ മേഖലയിലേക്ക്, ദേശത്തേക്ക് അബ്രാഹാം നടക്കുക. വീണ്ടും അബ്രാഹത്തിന്റെ ജീവൻ നോക്കിക്കേ. തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നില്ല. ഒത്തിരി കാത്തിരിക്കുക. അവസാനം പ്രായമായപ്പോൾ ദൈവം സമ്മാനമായിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ പൊന്നുമോനെ ഒന്ന് കണ്ടു കൊതി തീർന്നില്ല, ഒന്ന് സ്നേഹിച്ച് കൊതി തീർന്നില്ല, ലാളിച്ച് കൊതി തീർന്നില്ല. അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുക, മോനെ നിന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയുടെ മുകളിലേക്ക് പോയിട്ട് എനിക്കായിട്ട് ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഏത് പിതാവിൻ്റെ ചങ്കും തകർന്നു പോകുന്ന നിമിഷമാ. അബ്രാഹത്തിന് കുലുക്കമില്ലായിരുന്നു, ചോദ്യം ചെയ്തില്ല, ഒന്ന് മാറ്റി പരീക്ഷിക്കാമെന്ന് ചോദിച്ചില്ല, ഒന്നിത് വേണ്ടാന്നൊന്ന് വെക്കാൻ ദൈവത്തോട് പറഞ്ഞില്ല. മറിച്ച് അബ്രാഹം തൻ്റെ പൊന്നുമോനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയുടെ മുകളിലേക്ക് പോയി അവിടെ അനുസരണവും സമർപ്പണവും നടത്തുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാ അബ്രാഹം. നമ്മുടെ ജീവൻ നോക്കിക്കേ. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തെയും ദൈവം പറഞ്ഞ വചനത്തെയും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ, അതിനായി ജീവിതം സമർപ്പിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഇത് സാധിച്ചു കിട്ടാൻ ദൈവത്തെ ഇങ്ങനെ പിടിക്കുന്നു. മറിച്ച് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഒരു അനുസരണം, ഒരു സമർപ്പണം എൻ്റെ മക്കളെ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഈ ഒരു അനുസരണവും സമർപ്പണവും നടത്തിയാലുള്ള പ്രത്യേകത, അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ നിന്ന് പിന്നെ കരുണയും സ്നേഹവുമാ പുറത്തേക്ക് ഒഴുകുന്നത്. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത നോക്കിയാൽ കാണാൻ പറ്റും. വിശക്കുന്നവരെ കണ്ട ഭക്ഷണം കൊടുക്കും, ദാഹിക്കുന്നവരെ കണ്ട ജലം കൊടുക്കും, നഗ്നരെ കണ്ടാൽ അവർ ഉടുപ്പിക്കും, ജയിലിൽ കിടക്കണവരെ കണ്ടാൽ അവർ സന്ദർശിക്കും, പാർപ്പിടമില്ലാത്തവരെ കണ്ടാൽ അവർ അതിനുള്ള സജ്ജമാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ പാർപ്പിടമില്ലാത്തവനായി, വസ്ത്രമില്ലാത്തവനായി, ദാഹിക്കുന്നവനായി, വിശക്കുന്നവനായി നിന്റെ മുമ്പിൽ വന്നു, നീ എനിക്ക് എന്തു തന്നു? പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടല്ലേ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ഹെബ്രായർ ലേഖനം 11:6 പഠിപ്പിക്കുന്നു, വിശ്വാസം വഴി മാത്രമാണ് ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ദൈവവചനം വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു. ഹെബ്രായർ ലേഖനം 11:1 പഠിപ്പിക്കുകയാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നു. ഹെബ്രായർ ലേഖനം 10:38 പഠിപ്പിക്കുന്നു, എൻ്റെ നീതിമാന് വിശ്വാസം മൂലം ജീവിക്കും. വീണ്ടും കേട്ട പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 7:7 പഠിപ്പിക്കുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വിശ്വാസം ഇത് വർദ്ധിപ്പിച്ചേ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് 7-ാം ദിവസമായില്ലേ? നിങ്ങൾ ചോദിക്കുന്നില്ലേ, 1 2 7 വരെയായി, ഒന്നും നടന്നില്ലല്ലോ. മക്കളെ, 31 ദിവസം കാത്തിരിക്കാൻ നീ റെഡിയാണോ? നീ അതിൽ വിശ്വസിക്കുന്നു? ഇവിടെ പറയുന്ന അച്ഛൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യവും ഇത് കേട്ട് ഇതനുസരിക്കും, ഇതിനായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കും, അതിനായിട്ട് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കും. 31 ദിവസത്തിനുള്ളിൽ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്ന് കുഞ്ഞെ നീ ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ആരാധനയുടെ സമയത്ത് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചോണം. അപ്പാ, ഞാൻ വിശ്വസിക്കുന്നു, അപ്പാ നടക്കും, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ രക്ഷപ്പെടും, എനിക്കുറപ്പാ. അമ്മയുടെ ഹൃദയം വഴി ഞാൻ സമർപ്പിക്കുന്ന ഈ കാര്യം കിട്ടും, എനിക്കുറപ്പാ. ജപമാല വഴി ഞാൻ സമർപ്പിക്കുന്ന കാര്യം സംഭവിക്കും, എനിക്കുറപ്പാ. ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന വചനം ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ മാറ്റം വരും, ഞാൻ വിശ്വസിക്കുന്നു അപ്പാ. മക്കളെ, ഇത് വിശ്വസിച്ചോ? തമ്പുരാൻ നടത്തിത്തരും. ഇതുറപ്പാ. കർത്താവ് ഇന്ന് പരിശുദ്ധ ആരാധനയിൽ നിങ്ങളുടെ ഈ കാര്യം എല്ലാം നടത്തി തരട്ടെ. അതിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അച്ഛൻ സമർപ്പിക്കുക. ആഴമുള്ള വിശ്വാസ ചൈതന്യം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വലിയ സമർപ്പണവും അനുസരണവും നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നിറയട്ടെ. അതിന് തമ്പുരാൻ എല്ലാവരെയും
സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൻ്റെ കൃപ കിട്ടാൻ ഇന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ കെട്ടഴിയാനും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ എൻ്റെ പരിശുദ്ധ പരമദിവികാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കുന്ന രക്ഷിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം തേടിക്ക് മലാഖമാരുടെ ചേർന്ന് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരപ്രണത്തിൽ നിന്ന് രക്ഷിക്കാം. അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലന സംരക്ഷകനുമായി വണങ്ങുന്നു. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ നിങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ മേൽ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ വസിക്കുന്ന ഈ ഭവനത്തോട് കരുണയായിരിക്കണമേ. തലമുറയോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് കരുണയായിരിക്കണമേ. അപ്പോൾ നിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. 5 തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധമായ രക്തം ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. കുടുംബത്തിൻ്റെ മേൽ, സ്ഥലത്തിൻ്റെ മേൽ ഒഴുകട്ടെ. ഞങ്ങളുടെ എല്ലാ അവസ്ഥയിലേക്ക്, സ്വഭാവത്തിലേക്ക് ഒഴുകട്ടെ. ഈശോയെ, നിൻ്റെ തിരുവചനം വാളായി ഇപ്പോൾ കടന്നു വന്ന് എല്ലാ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ നിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ അധികാരത്തിൽ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ, എടുത്തു മാറ്റപ്പെടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങൾ വസിക്കുന്ന എല്ലാ അരൂപികളും വിട്ടുമാറാനാകിട്ട്, എല്ലാവരും കുടുംബത്തിൽ, വ്യക്തിയുടെ മേഖലയിലുള്ള അരൂപികളെല്ലാം കെട്ടഴിയാനാകിട്ട് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ഈശോയെ, നീ എനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള നിൻ്റെ പരിശുദ്ധ യേശുനാമത്തിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. അശുദ്ധാത്മാക്കൾ, ദുഷ്ടാരൂപികൾ, പിശാചുക്കൾ, മറഞ്ഞിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു, അറിയപ്പെടാത്തതുമായ എല്ലാ അരൂപികളെ ഈ നിമിഷം സക്രിയ 13:2, പ്രത്യേകിച്ച് മർക്കോസ് 1:21-27 വചനത്താൽ, മർക്കോസ് 9:14-29 വചനത്താൽ, മർക്കോസ് 5:1-13 വരെയുള്ള വചനത്തിൻ്റെ അധികാരത്താൽ ശക്തിയാൽ ഈ അരൂപികളെ മുഴുവനും ബന്ധിക്കുകയും ബഹിഷ്കരിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായ്ക്കുന്നു. വ്യാജപ്രവാചകന്മാരുടെ അരൂപികളെ, വ്യാജപ്രബോധനത്തിൻ്റെ അരൂപികളെ, വിപ്ലവകരമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ അരൂപികളെ, ദൈവദൂഷണം, ദൈവവചനത്തിനെതിരായിട്ടുള്ള ചിന്തകളുടെ അരൂപികളെ മുഴുവനും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലും 1 യോഹന്നാൻ 4:1-6, ഗലാത്യ 1:8-9, 2 കൊരിന്തോസ് 11:14 വചനത്തിൻ്റെ ശക്തിയാൽ ഈ അരൂപികളെ മുഴുവനും ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സാത്താൻ്റെ സിംഹാസനങ്ങൾ കയറി വരുന്ന, അതിൻ്റേതായിട്ടുള്ള സ്ഥല മേഖലകളായിത്തീരുന്ന, അതിൻ്റേതായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ കടന്നു വന്നിട്ടുള്ള മുഴുവനും അരൂപികളെ വെളിപാട് 2:9, വെളിപാട് 3:8-9, വെളിപാട് 2:13 ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. തിരിച്ചു വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പാപത്തിൻ്റെ സ്വഭാവം നൽകുന്ന അരൂപികളെ മുഴുവനും 1 കൊരിന്തോസ് 6:9-10, ഗലാത്യ 5:19-21, റോമ 1:29-31 വചനത്തിൻ്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. തിരിച്ചു വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വസിക്കുന്ന മയക്കത്തിൻ്റെ, തളർച്ചയുടെ, മന്ദോഷ്ണതയുടെ, ഉറക്കത്തിൻ്റെ മുഴുവനും അരൂപികളെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ റോമ 11:8, യെശയ്യാ 29:14 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള തലമുറയുടെ കെട്ടുകളെ മുഴുവനും നിയമാവർത്തനം 5:9, പുറപ്പാട് 34:7, ബാരൂക്ക് 3:4 ഈ അരൂപികളെ മുഴുവനും ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. തിരിച്ചു വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലും വസിക്കുന്ന ഭയത്തിൻ്റെ, ഞെട്ടലിൻ്റെ, സംഭ്രമത്തിൻ്റെ, ഭീരുത്വത്തിൻ്റെ, നാണത്തിൻ്റെ, അപകർഷതാബോധയുടെ, മനക്ഷോഭത്തിൻ്റെ മുഴുവനും അരൂപികളെ കർത്താവെ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ
ജോബ് 3:25, മത്തായി 14:26, മത്തായി 14:30 വചനത്താൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കുടുംബത്തിൽ ഞങ്ങൾ വസിക്കുന്ന അനുസരണക്കേടിൻ്റെയോ സ്വയം ന്യായീകരിക്കലിൻ്റെയോ സ്വയം പ്രസാദിപ്പിക്കലിൻ്റെതായിട്ടുള്ള അരൂപികളെ മുഴുവനും എഫെസോസ് 2:2, എഫെസോസ് 5:6 ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവെ, കുടുംബത്തിലോ സ്ഥലത്തോ വസിക്കുന്ന ദേശത്തിൻ്റെ സ്പിരിറ്റുകളെ ദാനിയേൽ 10:13, സക്കറിയ 10:2, ജോബ് 14:2 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ ഞങ്ങളിൽ വസിക്കുന്ന ആത്മഹത്യയുടെ, കൊലപാതകത്തിൻ്റെ, ക്രൂരതയുടെ, പരദൂഷണത്തിൻ്റെ, കുറ്റം പറച്ചിലിൻ്റെ, എതിർപ്പിൻ്റെ, അട്ടഹാസത്തിൻ്റെ, വർത്തഭാഷണത്തിൻ്റെ മുഴുവനും അരൂപികൾ, ശക്തികൾ തോബിത്ത് 3:8, തോബിത്ത് 3:17, യോഹന്നാൻ 10:10, ഉൽപ്പത്തി 4:8 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവെ, കുടുംബത്തിലും കുടുംബാംഗങ്ങളും വസിക്കുന്ന ദുഃഖത്തിൻ്റെ, നിരാശയുടെ, സങ്കടത്തിൻ്റെ, വിഷമത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, മനക്ഷോഭത്തിൻ്റെ, മനപ്രയാസത്തിൻ്റെ, ഉത്കണ്ഠകളുടെ, കർത്താവെ, ആകുലതകളുടെ, മ്ലാനതയുടെ പ്രകാരം വസിക്കുന്ന മുഴുവനും അരൂപികൾ, ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. പ്രത്യേകിച്ച് സങ്കീർത്തനം 6:7, യെശയ്യാ 40:30, ഉൽപ്പത്തി 4:15 ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. 6-ാം പ്രമാണ ബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അരൂപികൾ, ജഡിക സ്പിരിറ്റുകൾ, വ്യഭിചാര, സ്വയം ഭോഗ, സ്വവർഗ സ്പിരിറ്റുകൾ, അശുദ്ധിയുടെ കെട്ടുകൾ മുഴുവൻ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹോസിയ 5:4, 4:12, 4:2, റോമ 8:7, യോഹന്നാൻ 8:44, 1 കൊരിന്ത്യർ 3:16 ബന്ധിച്ച് കൂട്ടത്തോടെ യേശുനാമത്തിൽ മർക്കോസ് 9:5 ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങൾ കളയുന്നു. കർത്താവെ, മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, ലഹരി ഉപയോഗത്തിൻ്റെ, ചീത്തക്കൂട്ടുകെട്ടിന്, ഭൗതിക സുഖത്തിൻ്റെ, കർത്താവെ, മൊബൈലിന് അടിമപ്പെട്ട് കിടക്കുന്ന, ഇപ്രകാരം കഴിയുന്ന സകല അരൂപികളെ, വ്യക്തികളെ, ശക്തികളെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ യെശയ്യാ 28:7, യെശയ്യാ 5:11, കർത്താവെ, ജോബ് 20:12 ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. ബുദ്ധിയുടെ, വ്യർത്ഥചിന്തയുടെ, വഞ്ചനയുടെ, കാപട്യത്തിൻ്റെ, അട്ടഹാസത്തിൻ്റെ മുഴുവനും അരൂപികളെ എഫെസോസ് 4:17 ബന്ധിക്കുന്നു, ശാസിക്കുന്നു. കർത്താവെ, വിഭ്രാന്തി ഉണ്ടാക്കുന്ന, ആകുലത ഉണ്ടാക്കുന്ന, അവിശ്വാസം, സംശയമുണ്ടാക്കുന്ന, യുക്തിചിന്തയുടെ, ലൗകികതയുടെ, കർത്താവ്, ഇപ്രകാരമുള്ള എല്ലാ അരൂപികളെ, ശക്തികളെ കുടുംബത്തിൽ നിന്ന് യേശുനാമത്തിൻ്റെ ശക്തിയാലും, പ്രത്യേകിച്ച് പ്രഭാഷകൻ 40:5, ജെറമ്യാ 8:18 ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളും ദീർഘകാലമായിട്ട് നിൽക്കുന്ന അരൂപികളെ, ശക്തികളെ, പ്രത്യേകിച്ച് ബാറൂക്ക് 4:35 ബന്ധിക്കുന്നു, ശാസിക്കുന്നു. പരിഭ്രാന്തി ഉണ്ടാക്കുന്ന, തർക്കമുണ്ടാക്കുന്ന, കപടത ഉണ്ടാക്കുന്ന, അധാർമ്മിക, ധനാസക്തി ഉണ്ടാക്കുന്ന അരൂപികളെ മുഴുവനും കൊളോസസ് 2:8, യേശയ്യാ 51:22 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. വെറുപ്പ്, കോപം, കർത്താവ്, വിദ്വേഷം, പക, ക്രൂരത, കൊലപാതക ചിന്തകൾ ഉണ്ടാക്കുന്ന അരൂപികൾ, ശക്തികളെ മുഴുവനും യേശുവിൻ്റെ നാമത്തിൽ ഹെബ്രായർ 12:15, എഫെസോസ് 4:3 ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. കർത്താവെ, മന്ത്രവാദത്തിൻ്റെ, വിഗ്രഹാരാധനയുടെ, വെച്ചുപൂജയുടെ അരൂപികളെ മുഴുവനും ഫിലിപ്പി 2:1-10, 1 കൊരിന്ത്യർ 10:19 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു. അഹങ്കാരത്തിൻ്റെ, ആത്മപ്രശംസയുടെ, വാശിയുടെ, മുൻവിധിയുടെ, മാത്സരബോധത്തിൻ്റെ പ്രകാരമുള്ള അരൂപികളെ മുഴുവനും യെശയ്യാ 14:19 ബന്ധിക്കുന്നു. കോപത്തിൻ്റെ, കാപട്യത്തിൻ്റെ, ചൂഷണത്തിൻ്റെ അരൂപികളെ എഫെസോസ് 4:31 ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കും. തിരിച്ചു പറഞ്ഞ് കർത്താവ് നാമത്തെ കൽപ്പിക്കുന്നു. ഈശോയെ, നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങൾ ഒഴുകട്ടെ. തിരുവചനത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ. സംഗതി 9:8-2:5-2:8 ശക്തി ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം നന്ദി പറഞ്ഞു മക്കളെ. വചനം നിറയട്ടെ, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വചനശക്തി എല്ലാം കെട്ടുവഴിയട്ടെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ദിവികാരണത്തിൻ്റെ വലിയ അഭിഷേകം നാം എല്ലാവരുടെയും കൂടെ, നമ്മുടെ കുടുംബത്തിൻ്റെ, കുടുംബാംഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് ജപമാല ചൊല്ലി തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. സാത്താൻ്റെ തലയെ തകർത്ത അമ്മ മാതാവ് നമ്മുടെ കുടുംബത്തിൽ വന്ന് സകല രൂപികളെയും മാറ്റിക്കോളും. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ.